എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജൂൺ 21 PSC നടത്തിയ ലാബ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിലെ മാത്സ് അനാലിസിസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനോടകം നിങ്ങൾ ആ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഏകദേശം 6ഓളം ചോദ്യങ്ങൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളവയായിരുന്നു. ഏപ്രിൽ മാസത്തിലെ ഡെയിലി കറണ്ട് അഫയർ സെഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കുമുദിനിയിലാക്കിയ, അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ, ചീഫ് സെക്രട്ടറി, ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള PYQ സീരീസിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള മലയാളത്തിന്റെ 2ാമത്തെ ക്ലാസ്സിൽ കവയിത്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം കോഡിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിഥി, അലിംഗ ബഹുവചനം, അതെല്ലാം നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അത് റീകളക്ട് ചെയ്യാൻ, എക്സാം ഹോളിൽ റീകളക്ട് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. നമുക്കെന്നാ ചോദ്യത്തിലേക്ക് കിടക്കാം. -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? അപ്പൊ നമുക്ക് കുറയ്ക്കേണ്ട നമ്പറിനെ x എന്ന് കൊടുക്കാം. ഇനി ചോദ്യം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യത്തിനെ നമുക്ക് എക്സ്പ്രഷൻ ഫോമിലോട്ട് മാറ്റി എഴുതാം. -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ്, x ആണല്ലോ കുറയ്ക്കേണ്ട നമ്പർ, അപ്പൊ ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? ഇനി ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അൺനോൺ ടൈം എക്സിന് ഒരു സൈഡിൽ നിർത്തിയിട്ട് നമ്പേഴ്സിനൊക്കെ മറ്റേ സൈഡിലേക്ക് ഉണ്ട്. അപ്പൊ -x ഇവിടെ നിർത്താം. വിച്ച് ഇസ് ഈക്വൽ ടു -14. -5 ഈക്വൽ ടുവിന്റെ സൈഡ് മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് സൈൻ ആവും. അപ്പൊ -5 ഇവിടെ വരുമ്പോ എന്താവും? +5 ആവും. ക്ലിയർ? ഇപ്പൊ സൈൻ ചേഞ്ച് നടന്നു ഇവിടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈൻ ഉള്ള രണ്ട് നമ്പേഴ്സിന്റെ അഡീഷൻ ആണ് നടക്കുന്നത്. ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. അങ്ങനെ വരുമ്പോ എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. അപ്പൊ നോക്കിക്കേ, 14ഉം 5ഉം ഡിഫറൻറ്റ് സൈൻ. അപ്പൊ വലുതിൽ നിന്നും ചെറുത് കുറച്ചു. 14 5 പോയാൽ 9 വന്നു. വലുതിന്റെ ചിഹ്നം ഏതാ? 14 അല്ലേ വലുത്. അപ്പം 14ന്റെ ചിഹ്നം എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പൊ നമ്മളിവിടെ മൈനസ് കൊടുത്തു. അപ്പൊ നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഉത്തരം എന്ന് പറഞ്ഞാല് -x എന്ന് പറയുന്നതാണ് -9. ഈ രണ്ട് സൈഡിലെ മൈനസ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? x ഇസ് ഈക്വൽ ടു 9. അതായത് എക്സിന്റെ വാല്യൂ 9 ആണ് എന്ന് നമുക്ക് കിട്ടും. അപ്പോ ഓപ്ഷൻ A ആയിരിക്കും ഇതിന്റെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വലുത് ഏത്? 4 ഫ്രാക്ഷൻസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും വില കണ്ടുപിടിച്ച് നോക്കാം. ഓപ്ഷൻ എയിൽ എന്താ? 48ന്റെ 4/3 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 48ന്റെ 4/3 നമുക്ക് കണ്ടുപിടിക്കണം. 4നെ 48നെ നമുക്ക് വെട്ടാലോ? 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 48. 1 4 4, 1 4 4, 2 4 8. അപ്പൊ ഇത് എത്ര വരും? 12 × 3 36 എന്ന് വരും. ഇനി ബി, 60ന്റെ 5/4, 60ന്റെ 5/4. ഇതിനെ നമുക്ക് ചെയ്യാം. 5 5, 12 5, 60. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര വരും? 12 × 4 48 എന്ന് വരും. ഇനി ഓപ്ഷൻ സിയില് 48ന്റെ 3/4 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 3നെ 48നെ നമുക്ക് വെട്ടാം. 16 കൊണ്ട് വെട്ടാം. 1 3 3, 16 3 48. 16 × 4 64 എന്ന് വരും. ഇനി ഓപ്ഷൻ ഡിയിൽ എന്താണ്? 60ന്റെ 4/5, 4/5, 1 4 4, 15 4 60. 15 × 5 75 എന്ന് വരും. അപ്പൊ ഓരോന്നിന്റെ വാല്യൂസ് നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും വലിയത് ഏതാണ് ഇതിന്റെ? അത് 75. അപ്പൊ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ ഉത്തരം വരുന്നത്. 73ാമത്തെ ചോദ്യം. ഒരു പെൻസിലിന്റെ വില 4.54 ആയാൽ അതുപോലുള്ള 30 പെൻസിലുകളുടെ വില എന്ത്? ഇതൊരു സിമ്പിൾ ചോദ്യമാണല്ലേ. ഒരു പെൻസിലിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ 30 പെൻസിലിന്റെ വില കാണാന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇതാണല്ലോ. അതിനെ ആ വിലയെ 30 കൊണ്ട് ഗുണിച്ചാൽ അത് ദശാംശ സംഖ്യകളുടെ ഗുണനവുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഒരു പെൻസിലിന്റെ വില നമുക്കറിയാം എത്രയാണ്? 4.54 ആണ് ഒരു പെൻസിലിന്റെ വില. അപ്പൊ അത് 30 എണ്ണത്തിന്റെ വില എന്ന് പറയുമ്പോൾ അത് × 30 ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഈ ദശാംശം മാറ്റിയിട്ട് 454 × 3 എന്ന് ചെയ്യാം. അവസാനം 0 ഇട്ട് കൊടുത്താൽ മതിയോ? 4 3 12, 3 15 1 16, 4 12 1 13. ആ 0 തിരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി എത്ര സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം? ഡെസിമൽ കഴിഞ്ഞിട്ട് ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? 1 2, 2 പോയിന്റ്. അപ്പൊ ഇടത്തോട്ട് 2 പോയിന്റ് മാറ്റി കൊടുക്കും. 1 2. 136.20 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. റീഡ് എന്നാൽ
4% 6, പെയ്ഡ് എന്നാൽ $5 6 ആയാൽ റൈറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഈ ഓരോ ലെറ്റേഴ്സിനെ എന്ത് വെച്ചാണ് കോഡ് ചെയ്തേക്കുന്നത് നോക്കിയിട്ട് അത് ഈ ചോദിച്ചേക്കുന്ന റൈപ്പിലേക്ക് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നോക്കിക്കേ, ഇവിടെ റീഡ് എന്നുള്ളത് എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത് നോക്കിക്കേ. ആറിനെ എങ്ങനെ ചെയ്തേക്കുന്നു, ആറിനെ ഹാഷ് ടാഗ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇനി ഇയോ, ഇ എന്ന് പറയുമ്പോൾ അത് 4 ആയിട്ട് വരും. എ എന്ന് പറയുന്നത് പേഴ്സൺ സൈൻ ആണ് കൊടുത്തേക്കുന്നത്, ശതമാനചിഹ്നം. ഡി എന്നതോ 6 കൊടുത്തിരിക്കുന്നത്. അപ്പം ഓരോന്നിന്റെയും വാല്യൂ നമുക്ക് കിട്ടി. 6 ഹാഷ് ആണ്, ഇ 4 ആണ്, എ പെർസെന്റിന്റെ സിമ്പൽ ആണ്, ഡി എന്ന് പറയുന്നത് 6 ആണ്. ഇനി പെയ്ഡ് എന്നത് എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത്, പെയ്ഡ് പി എങ്ങനെയാ ചെയ്തേക്കുന്നത്, പി ഡോളർ സിമ്പൽ, അഗെയിൻ എ എന്ന് പറയുന്നത് പേഴ്സൺ സിമ്പൽ, ഐ എന്ന് പറയുന്നത് 5 വെച്ചിട്ട്, ഡി എന്ന് പറയുന്നത് 6. അപ്പൊ ഇത് ഓരോന്നിന്റെയും കോഡ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, RIP, റൈപ്പ് എങ്ങനെ കോഡ് ചെയ്യാന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്ന് ആറിന്റെ നമുക്ക് കിട്ടുമല്ലോ. എന്താ, 6 എന്ന് പറയുന്നത് ഹാഷ് ആണ്. അപ്പൊ 6 എന്ന് പറയുന്നത് ഹാഷ് കൊടുത്തു. അപ്പൊ തന്നെ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം, ബി എന്നെത്തും. എങ്കിലും നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് നോക്കാം. ഇനി ഐ എന്നത് എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത്, 5. ഇനി പി എന്നുള്ളത് ഡോളർ സൈൻ ആണ്, ഡോളർ. ഇ എന്നുള്ളതോ, 4. അപ്പൊ റൈറ്റ് എന്നുള്ളത് എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്, ഹാഷ് $5. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ആയിട്ട് വരും. നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ സമയം നമുക്ക് സേവ് ചെയ്യാം. ആ ഹാഷ് വരുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബിയിലാണ് നമ്മുടെ ഉത്തരം എന്ന്. അപ്പൊ തന്നെ നമുക്കത് മാർക്ക് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ചോദ്യം, ഓറിയൽ റൂം ദെൻ ടെൻഡൻ ടു വാട്ട്. അതായത് ഇവിടെ സമാന ബന്ധമാണ് ചോദിച്ചേക്കുന്നത്. ഈ റൂമും ഓറിയലും എങ്ങനെയാണോ കണക്ട് ചെയ്തേക്കുന്നത് അതേ രീതിയിൽ ടെൻഡനുമായിട്ട് കണക്ഷൻ വരുന്നത് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ഓറിയൽ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ, അല്ലെങ്കിൽ തന്നെ ഇതിൽ നിന്ന് ഏകദേശം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എന്നാലും ഓറിയൽ എന്ന് പറഞ്ഞാൽ ഈ ജനലിന്റെ ഒക്കെ ഈ തള്ളി നിൽക്കുന്ന, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം പോലെ ആണ് ഓറിയൽ എന്ന് പറയുന്ന ഭാഗം. ജനലിന്റെ വിൻഡോയുടെ ഒരു ഭാഗമാണ് ഓറിയൽ എന്ന് പറയുന്നത്. അപ്പം റൂമിലാണല്ലോ ഓറിയൽ, റൂമിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഓറിയൽ എന്ന് പറയുന്നത്. അതുപോലെ ഈ ടെൻഡൻ എന്തിന്റെ ഭാഗമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ടെൻഡൻ എന്ന് പറയുന്നത് നമുക്ക് ബയോളജിയിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, മസിലിന്റെ ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഉത്തരം വരുന്നത് മസിൽസ് എന്നുള്ളതായിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും. അപ്പം റൂം ഓറിയലുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന പോലെയാണ് മസിലും ടെൻഡനും തമ്മിലുള്ള റിലേഷൻ വരുന്നത്. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. 76ാമത്തെ ചോദ്യം നോക്കാം. അരുൺ തന്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഏത്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, കിഴക്ക്. അപ്പൊ ഇത് ഡയറക്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡയറക്ഷൻ, നമ്മൾ എങ്ങനെയായിരുന്നു ഡയറക്ഷൻ വരച്ചോണ്ട് ആദ്യം നമ്മളൊരു പ്ലസ് സൈൻ വരയ്ക്കും. മുകളിൽ നമ്മൾ വടക്ക് മാർക്ക് ചെയ്തു, താഴെ തെക്ക്, വലതുവശത്ത് കിഴക്ക്, ഇടതുവശത്ത് പടിഞ്ഞാറ്. ഇങ്ങനെയാണ് നമ്മുടെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി എന്താ, നമുക്ക് ക്ലോക്ക് ആണല്ലോ, ഇവിടെ ഒരു ക്ലോക്ക് വരയ്ക്കാം. നമുക്ക് ഈ ക്ലോക്കില് ടൈം മാർക്ക് ചെയ്യാം. ഇവിടെ 12, താഴെ 6, ഇവിടെ 3, ഇവിടെ 9. തൽക്കാലം നമുക്ക് ഇത്രയും മതി, കാരണം 6 PM 9:15 PM ഒക്കെ നമുക്ക് ഇത്രയത്തിൽ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അരുൺ എന്താ ചെയ്തേക്കുന്നത്, അരുൺ തന്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് 6 PM ഒന്ന് വരയ്ക്കാം. ഇവിടെയാണ് നമ്മുടെ 6 PM. ഇനി ഇതില് 6 PM മണിക്കൂർ സൂചി, ഇതാണല്ലോ നമ്മുടെ മണിക്കൂർ സൂചി. ഈ മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് വരുന്ന രീതിയിലാണ് അരുൺ വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ആയിരിക്കും വടക്ക് വരുന്നത്. ഇനി നമുക്ക് എന്താ, താഴെ വടക്കാണെങ്കിൽ മേളിൽ എന്തായാലും ഓപ്പോസിറ്റ് എപ്പോഴും തെക്കായിരിക്കും അല്ലെ. ഇനി നമുക്ക് കിഴക്കും പടിഞ്ഞാറുമാണ് ഒന്ന് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ ഫിക്സ് ചെയ്യാം, ഈ 9ന്റെ ഡയറക്ഷനിലേക്ക് വരികയെ, ഇത് വടക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോരുമ്പോഴാണ് 9. ഈ ഇതിൽ നോക്കുമ്പോൾ വടക്ക് കഴിഞ്ഞിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ വന്നു നോക്കിയത്, ഇങ്ങനെയല്ലേ ക്ലോക്ക് വൈസ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇത് എവിടെ, കിഴക്കിൽ വന്ന് നിൽക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വടക്ക് കഴിഞ്ഞേച്ച് വരുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന ഇതെന്ന് പറയുന്നത് ഇവിടെ ഏതായിരിക്കും, കിഴക്കായിരിക്കും. ക്ലിയർ ആയോ? അതായത്
നമുക്ക് ഇവിടെ വടക്ക് കിട്ടി. വടക്കെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് തെക്കാണെന്ന് നമുക്ക് അതും അറിയാം. ഇനി നമുക്ക് കിഴക്കും പടിഞ്ഞാറും ഫിക്സ് ചെയ്യണം. നമ്മുടെ മെയിൻ ഡയറക്ഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വടക്കിൽ നിന്നും ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ പോന്നാൽ കിഴക്കും, ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ വന്നാൽ പടിഞ്ഞാറുമാണ്. അപ്പൊ ഈ വടക്കിൽ നിന്നും ക്ലോക്ക് വൈസ് ഡിറക്ഷനിലേക്ക് വരുന്ന ഇവിടെ കിഴക്കും, പിന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഇവിടെ ഇങ്ങനെ വരുന്ന ഇവിടെ പടിഞ്ഞാറുമായിരിക്കും. അല്ലെങ്കിൽ തന്നെ കിഴക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പടിഞ്ഞാറ് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ 4 ദിശയും മാർക്ക് ചെയ്തു. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? എങ്കിൽ 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ. ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ചോദിച്ചേക്കുന്ന മിനിറ്റ് സൂചിയുടെ ദിശയാണ്. ചിലര് ഇവിടെ മണിക്കൂർ സൂചി പറഞ്ഞത് കൊണ്ട് ഇവിടേക്ക് മണിക്കൂർ സൂചി തന്നെ നോക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചോദ്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിക്കണം. നമ്മളോട് ചോദിച്ച സമയം എന്ന് പറയുന്നത് 9:15 PM ആണ്. 9:15 PM എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 9ന്റെ നേരെയായിരിക്കും, മിനിറ്റ് സൂചി 3ന്റെ നേരെയായിരിക്കും. ഇതാണല്ലോ 9:15 എന്ന് പറയുന്നത്. അപ്പൊ ഈ മിനിറ്റ് സൂചിയുടെ ദിശ എങ്ങോട്ടാണ്? പടിഞ്ഞാറ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, പടിഞ്ഞാറോട്ടായിരിക്കും 9:15 PM മിനിറ്റ് സൂചിയുടെ ഡയറക്ഷൻ. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്ലസ് എന്നാൽ ഡിവിഷനും മൈനസ് എന്നാൽ മൾട്ടിപ്ലിക്കേഷനും മൾട്ടിപ്ലിക്കേഷൻ എന്നാൽ പ്ലസും ആയാൽ 100 + 10 - 20 × 2 എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ നമ്പേഴ്സിനെല്ലാം ഇങ്ങോട്ട് എടുത്തെഴുതണം. 100, 10, 20, 2. ഇനി പ്ലസ് എന്നാൽ ഡിവിഷൻ. അപ്പൊ ഈ പ്ലസിന് പകരം നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? ഡിവിഷൻ. ഇനി അടുത്തതോ മൈനസ്. മൈനസ് എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ വരും. ഇനി ഇവിടെ ഇൻറ്റു ആണല്ലോ. അപ്പൊ ഇൻറ്റു എന്നാൽ പ്ലസും. ഇവിടെ നമ്മൾ പ്ലസ് കൊടുക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ബോട്ട്മാസ് റൂളിന്റെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു ചോദ്യമാണ്. ക്ലിയർ ആയല്ലോ? ബോട്ട്മാസ് റൂൾ. ബോട്ട്മാസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന്റെ ഓർഡറിനെ കുറിച്ച് പറയുന്നതാണ്. ആദ്യം ബ്രാക്കറ്റ് ഓപ്പറേഷൻ, പിന്നെ ഓഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പൊ ഈ കേസിൽ നമുക്ക് ഏതൊക്കെയാ വന്നേക്കുന്നത്? ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വന്നിട്ടുള്ളൂ. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ DMA ഓപ്പറേഷൻ ആണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ അതിന് എന്ത് ചെയ്യും? ഡിവിഷൻ ചെയ്യും. ഇതാണ് നമ്മൾ ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. 100/10 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ആണ്. 10 × 20 + 2 എന്ന് വരും. ഇനി അടുത്തത് എന്താ? അപ്പൊ ഡിവിഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് പെർഫോം ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇനി ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 10 × 20 എന്ന് പറയുമ്പോൾ 200. ഇനി ഇത് ബാക്കിയുള്ളത് എടുത്തെഴുതാം. +2. ഇനി അഡീഷനോടെ അല്ലേ ഇവിടെ പെർഫോം ചെയ്യാനുള്ളത്. 200 + 2 എന്ന് പറയുമ്പോൾ 202 വരും. 202 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 78ാമത്തെ ചോദ്യം നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 343, 341, 431, 431. ഇതൊരു ചെറിയ കൺഫ്യൂസിംഗ് ആയിട്ട് ഇത് ചിലപ്പോ ഒരു പ്രൊവിഷണൽ ആൻസർ വന്നാലും നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ചലഞ്ച് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചോദ്യമാണ്. ഒറ്റയാനെ നമുക്ക് കണ്ടെത്തുമ്പോൾ ബാക്കി 3 നമ്പറിന് ഒരു കോമൺ പ്രത്യേകത ഉണ്ടായിരിക്കണം. 4ാമത്തെ നമ്പർ ആ പ്രത്യേകതയിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷെ ഈ ഒരു ചോദ്യത്തില് എനിക്ക് ആകെപ്പാടെ ഒരു 343 മാത്രമാണ് ഒരു നമ്പറിന്റെ ക്യൂബ്. 7ന്റെ ക്യൂബാണ് 343 എന്ന് പറയുന്നത്. ബാക്കി 3ഉം അങ്ങനെ ഒരു നമ്പറിന്റെ ക്യൂബായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ പ്രൈം നമ്പർ ആയിട്ട് നോക്കുകയാണെങ്കിലും ഒരു 3 എണ്ണത്തിന് നമുക്ക് പ്രൈം നമ്പർ ആയിട്ട്, ഒരെണ്ണത്തിന് ഓടായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം 343 എന്ന് പറയുന്ന ഒരു നമ്പറിന് ക്യൂബായിട്ട് നമുക്ക് എഴുതാം. പക്ഷെ അത് ആൻസർ ആയിട്ട് അത് PSC കൺസിഡർ ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് ആൻസർക്ക് വന്നതിന് ശേഷം മാത്രമാണ് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ആൻസർ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം. എന്റെ ഒരു ഇതില് 343 ഓപ്ഷൻ എ ആണ് ചാൻസ് വരാൻ, പ്രൊവിഷണൽ ആൻസർ വരാൻ സാധ്യത. അതെന്താണെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ 343 എന്ന് പറയുന്നത് 7ന്റെ ക്യൂബാണ്. ബാക്കിയൊന്നും നമുക്ക് അങ്ങനെ ക്യൂബായിട്ട് എഴുതാനായിട്ട് പറ്റുന്ന നമ്പർ അല്ല. 79ാമത്തെ ചോദ്യം നോക്കാം. 5, 10, 15, 20, 25 എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര? ഇത് ശരാശരിയുടെ ഭാഗത്ത് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് തുടർച്ചയായി ഒരു കുറച്ച് നമ്പേഴ്സ് വരുവാണെങ്കിൽ കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ മിഡിൽ ടേം ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് 5, 10, 15, 20, 25 ഇങ്ങനെ പോവുകയാണ്.
നമ്പേഴ്സ്. 5ന്റെ വ്യത്യാസത്തിലല്ലേ ഈ നമ്പേഴ്സ് എല്ലാം പോകുന്നത്. ഒരു പൊതു വ്യത്യാസത്തിൽ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് പോകുന്ന നമ്പറിന്റെ ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ നടുവിൽ വരുന്ന സംഖ്യയായിരിക്കും. അപ്പൊ ഇതില് നടുവിൽ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? ഈ 15 15 ഇതിന്റെ ശരാശരിയും വരുന്നത്. അപ്പൊ ഇത് അറിയില്ലാത്തവരെ ഇത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് കൂട്ടി എല്ലാ നമ്പറും കൂട്ടിയിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 15 എന്നുള്ള ഉത്തരം വരും. അപ്പൊ ഞാൻ വേണേ അതിവിടെ പറയാം. ഇത് തുക എടുക്കുമ്പോൾ 10 5 15, 15 15 30 20 50 50 25 75 വരും ടോട്ടൽ തുക ഡിവൈഡഡ് വിത്ത് 5 എണ്ണം. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ? തുക ബൈ എണ്ണം ആണല്ലോ. അപ്പൊ 75/5 ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 15 വരും. കണ്ടോ, 15 തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് എളുപ്പത്തിൽ ഉത്തരത്തിൽ എത്താൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വരുന്ന സംഖ്യകളുടെ ഒരേ വ്യത്യാസത്തിൽ തുടർച്ചയായിട്ട് വരുന്ന സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ നടുവിൽ വരുന്ന നമ്പർ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ സി 15 ഇതിന് നടുവിൽ വരുന്ന സംഖ്യ. അപ്പൊ ശരാശരി എന്ന് പറയുന്നത് 15 ആയിരിക്കും. അവസാനത്തെ ചോദ്യം നോക്കാം. 2n+5 = 1024 ആയാൽ എക്സിന്റെ വില എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് ചോദ്യം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ എന്നിന്റെ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എന്നിന്റെ വിലയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അല്ല എങ്കിൽ ഇവിടെ x+5 എന്നായിരിക്കണം. അപ്പൊ എക്സിന്റെ വില എന്താണെങ്കിലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമുക്കത്. അപ്പൊ ഇത് ഇങ്ങനെ വരും. 2n+5 = 1024 എന്നാണ് തന്നേക്കുന്നത്. ഇതില് ഈ 1024 നമുക്ക് 2ന്റെ പവറിൽ എഴുതണം. 1024 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 210 ആണ് 1024 എന്ന് പറയുന്നത്. അതെങ്ങനെ 210 കിട്ടിയെന്നുള്ളത് ഞാൻ ചെയ്താൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ 1024 എന്നുള്ളത് 2 കൊണ്ട് ചെയ്യുമ്പോൾ i 2 10, o 2 2, ഈ 2 4. വീണ്ടും ഏറ്റവും ചെറിയ ഘടകത്തിലേക്ക് കൊണ്ടുവരണം. ഇവ 2, ഈ 2 4, 11 i 2 10, 256. വീണ്ടും 2 കൊണ്ട് നമ്മളിങ്ങനെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വരിക. ഇങ്ങനെ നമ്മൾ ഇതിനെ ഘടകങ്ങളാക്കി എടുക്കുമ്പോൾ ഇതിൽ എത്ര എണ്ണം വന്നു നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10. 2നെ 10 തവണ ഗുണിക്കുമ്പോഴാണ് 1024 വരുന്നത്. ഈ നമ്പറൊക്കെ PSCയിൽ സ്ഥിരമായിട്ട് കാണുന്ന നമ്പറുകളാണ്. അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. 1024 എന്ന് പറഞ്ഞാൽ 210 ആണെന്ന് ഓൺ സ്പോട്ടിൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ ഇത് നോക്കിക്കേ, 2നെ 10 തവണ എഴുതുമ്പോഴാണ് 1024. അപ്പൊ 210 ആണ് 1024 എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. 2n+5 ആണ് എന്തെന്ന് പറയുന്നത് 210 എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പോണൻസിന്റെ കേസിൽ ഒരു റൂള് പറയുന്നുണ്ട്. a⁻m = a⁻n ആണ് എങ്കിൽ m = n ആയിരിക്കും. അപ്പൊ ആ ഒരു ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. 2ന്റെ ബേസ് സെയിം ആണ്. a⁻m = a⁻n. m n എന്ന് പറഞ്ഞാൽ n+5 10 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. n+5 = എത്രയായിരിക്കും? 10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് എന്താണ്? 10 - 5 = 5 ആയിരിക്കും ഇവിടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ലാബ് അസിസ്റ്റന്റിലെ 10 ചോദ്യങ്ങൾ. അത്യാവശ്യം സിമ്പിൾ ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ആ റൂമിന്റെ ഒരു സമാന ബന്ധങ്ങളിൽ നിന്നുള്ള ഒരു ചോദ്യവും അതുപോലെ ഒറ്റയാനെ കണ്ടെത്താനുള്ള ഒരു ചോദ്യവും ഒഴിവാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ബാക്കി എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നമ്മളൊരു PYQ സീരീസ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനൽ റണ്ണിങ് ആണ്. അപ്പൊ കാണാത്തവർ അത് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്